ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു അവൽ പായസം എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്നാണ് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായാലേ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ ശരി, വേഗം തന്നെ ഇതെങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം. നമ്മുടെ ഈ അവൽ പായസം തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത തേങ്ങാ കഷ്ണങ്ങളാണ്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. ഒരല്പസമയം ഒന്ന് വറുത്ത് കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ തേങ്ങാ കഷ്ണത്തിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരല്പം മുന്തിരിയും കൂടി. മുന്തിരി നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് വറുത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് നേരെ തന്നെ പെട്ടെന്നൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ബാക്കി വന്ന അതേ നെയ്യിലേക്ക് തന്നെ 1 കപ്പ് അളവിൽ അവൽ ചേർത്ത് കൊടുക്കാം. അവൽ എടുക്കുമ്പോൾ തീരെ കനം കുറഞ്ഞിട്ടുള്ള തിന്നായിട്ടുള്ള അവൽ നമ്മുടെ അവൽ പായസത്തിന് വേണ്ടി എടുക്കരുത്. കുറച്ച് തിക്കായിട്ടുള്ള അവൽ വേണം ആവശ്യമായിട്ടുള്ളത്. അവലും ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. ഏകദേശം ഒരു 2-3 മിനിറ്റ് വരെ നമ്മളൊന്ന് വറുത്തെടുക്കണം. നന്നായിട്ട് തന്നെ നമ്മുടെ അവലെല്ലാം ഒന്ന് ചൂടായി ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടേണ്ടതായിട്ടുണ്ട്. ഒരല്പസമയം ഒന്ന് വറുത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ അവലെല്ലാം ഈ ഒരു രീതിക്ക് ഒന്ന് മുരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മുരിഞ്ഞ് തുടങ്ങി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് പാല് ചേർക്കാവുന്നതാണ്. 1 കപ്പ് അവലിന് ഞാനിപ്പോൾ 600 ml അളവിലാണ് പാലെടുത്തിട്ടുള്ളത്. അപ്പോൾ പാല് ചില അവലിന് വന്നിട്ട് ചില അവൽ ഇച്ചിരി കട്ടി കൂടുതലുള്ള അവലായിരിക്കും. അപ്പോൾ അതിന് കുറച്ചും കൂടി പാല് വേണം. അതായത് നമ്മുടെ അവലിഞ്ഞ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനും അനുസരിച്ചിട്ടുള്ള പാല് വേണം നമുക്കിനി ഇതിലേക്ക് ചേർക്കാനായിട്ട്. നമ്മളിപ്പോൾ നന്നായിട്ട് ഈ അവലൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും പാലൊക്കെ ഒന്ന് കുറുകി വരും. അപ്പോഴത്തേക്കും വേണമെന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും കുറച്ചും കൂടി പാല് ചേർക്കാവുന്നതാണ്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഈ അവലൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക്. വളരെ കുറച്ച് സമയം ഇതുപോലെ ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മുടെ അവലെല്ലാം നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിക്ക് നല്ലതുപോലെ തന്നെ സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നന്നായിട്ട് അവൽ വെന്തിട്ടുണ്ടാവണം കേട്ടോ. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ഈ ഒരു സമയം ഇതിലേക്ക് ചേർക്കാം. ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനിയാണ് നമ്മൾ ചേർക്കുന്നത്. അതിൻ്റെ പേരിലാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിരിക്കുന്നത്. അതായത് നമ്മൾ ചൂട് പാലിലേക്ക് ശർക്കര പാനി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പാലും ശർക്കരയും കൂടി പിരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ തിളയ്ക്കുന്ന ഈ ഒരു ചൂട് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ശർക്കര പാനി ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിലെ ആ ഒരു തിളയ്ക്കുന്ന ചൂട് മാറിയിട്ടുണ്ട് എന്ന് വെച്ചിട്ട് നല്ല ചൂട് മാറിയിട്ടില്ല. ഇപ്പോഴും നല്ല ചൂടുണ്ട്. ആ തിളയ്ക്കുന്ന ആ ഒരു ചൂട് മാത്രമേ മാറിയിട്ടുള്ളൂ. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി ചേർക്കാവുന്നതാണ്. 350 ഗ്രാം അളവിൽ ഞാനിപ്പോൾ ശർക്കര എടുത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അരിച്ച് വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു ശർക്കര പാനി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ശർക്കര പാനി ചേർക്കാം. ശർക്കര പാനിയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ എല്ലാം കൂടി വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ശർക്കര പാനിക്ക് പകരം പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റിലെ തന്നെ ആ ഒരു സമയം തന്നെ ചേർക്കാവുന്നതാണ് കേട്ടോ. അതായത് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചേർക്കാവുന്നതാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ ഇതുപോലെ നമ്മൾ ഇതിലേക്ക് ശർക്കര ചേർക്കുമ്പോൾ മാത്രമേ ഈ ഒരു വിഷയമുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും തേങ്ങാ കഷ്ണങ്ങളൊക്കെ ചേർക്കാവുന്നതാണ്. നമ്മുടെ ഈ അണ്ടിപ്പരിപ്പും തേങ്ങാ കഷ്ണങ്ങളും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അവൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയായിരിക്കുമല്ലോ എന്തുമാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവൽ പായസമാണെന്ന്. ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലെ വീട്ടിൽ നിന്ന് തയ്യാറാക്കി നോക്കണം. വിശേഷ ദിവസങ്ങളിലൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ അവൽ പായസം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര രുചികരമായിട്ടും എളുപ്പത്തിലാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.